മുതൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത്. ഇതിന്റെ പ്രഖ്യാപനം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മാറി. പഞ്ചായത്തിലാകെ 13 അതിദാരിദ്ര്യരാണ് ഉണ്ടായിരുന്നത്. അതിദാരിദ്ര്യരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയലും മറ്റംഗങ്ങളും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ പദ്ധതി വിജയകരമാക്കാൻ വാർഡ് തലത്തിൽ രൂപീകരിച്ച സമിതികളുടെ ശുപാർശയിലും വാർഡ് തലത്തിലുള്ള ഗ്രാമസഭകളിൽ അംഗീകാരവും നേടിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി അതിദാരിദ്ര്യർക്കുള്ള മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിദാരിദ്ര്യർ ഇല്ല എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി നടന്ന യോഗം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം നിർവഹിക്കുകയും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തെ അതിദരിദ്രവിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നന്നായി സഹകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു നിദർശനമാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ച റിപ്പോർട്ട്. 2021 ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ വായിച്ച റിപ്പോർട്ട് പ്രകാരം ജൂലൈ മാസം 16-ാം തീയതി സർക്കാർ ഉത്തരവിറക്കി. നമ്മുടെ നാട്ടിലെ അതിദരിദ്രരായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യം ഒരുക്കി കൊടുക്കുവാനുള്ള നിർദ്ദേശം വന്നപ്പോൾ അതിലും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് 2026 നവംബർ 1-ാം തീയതി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. 2016 നവംബർ 1-ാം തീയതി വെളിയിട വിസർജ്യ വിമുക്ത സംസ്ഥാനമായി ഇന്ത്യയിൽ ആദ്യം മാറിയ സംസ്ഥാനം 2026 നവംബർ 1-ാം തീയതി അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. സർവേ പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത് 64,002 കുടുംബങ്ങൾ കേരള സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തെ അതിദരിദ്രത്തിൽ നിന്നും മുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അതിന്റെ ഭാഗമായി 2-3 ഘട്ടങ്ങളായിട്ട് പല ഭാഗങ്ങളിലായിട്ടും നമ്മുടെ ദാരിദ്ര്യമുക്ത പഞ്ചായത്തുകളായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 കേരളത്തെ ദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിൽ എന്തെല്ലാം ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഇട്ടിട്ടുണ്ടോ, വെളിയിട നിർമ്മാർജ്ജന പദ്ധതി UDF പ്രഖ്യാപിച്ചപ്പോൾ ആനിക്കാട് പഞ്ചായത്ത് മുൻനിരയിലായി, തൊട്ടുപുറകോട്ടില്ല. കോവിഡിന്റെ കാലഘട്ടത്തും ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആനിക്കാട് പഞ്ചായത്ത് അതിന് സമ്പൂർണമായി കൂടെ നിന്നു. ആ കാര്യത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കിട്ടി. അങ്ങനെ എല്ലാ കാര്യത്തിലും ആനിക്കാട് പഞ്ചായത്ത് വികസനത്തിൽ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് യാതൊരുവിധ മാറ്റങ്ങളുമില്ല. വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലിക്കുൻ, മെമ്പർമാരായ ഡെയ്സി വർഗീസ്, വിജയലക്ഷ്മി, മാത്യൂസ് കല്ലപുര, മോളിക്കുട്ടി സിബി, ദേവദാസ് മണ്ണൂരാൻ, സുജ ഗിരീഷ്, പ്രംസി CC, ശാലിനി CS, സെക്രട്ടറി ബിന്നി ജോർജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു AS, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു PK എന്നിവർ പ്രസംഗിച്ചു.